കൊറോണ വൈറസ് പകർച്ചവ്യാധിക്കിടെ കേരളത്തിൽ ഭീതിയുയർത്തി ഷിഗല്ല രോഗവും. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 11 വയസ്സുകാരൻ മരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരണകാരണം ഷിഗല്ല ബാക്ടീരിയയാണെന്ന് കണ്ടെത്തിയത്. നിലവിൽ 5 പേർ രോഗലക്ഷണവുമായി ചികിത്സയിലുമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ വരെ നഷ്ടമാകാൻ കാരണമായ പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഒരു കുടൽ അണുബാധയാണിത്. ഷിഗല്ല എന്നറിയപ്പെടുന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം. ഷിഗല്ല അണുബാധയുടെ പ്രധാന ലക്ഷണം വയറിളക്കമാണ്. സാധാരണയായി വയറിളക്കം വൈറസിലൂടെയാണ് ഉണ്ടാകുന്നത് എങ്കിൽ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന വയറിളക്കമാണ് ഷിഗല്ല. മലത്തിലൂടെ രക്തവും പുറത്തുനിന്നാണ് ഷിഗല്ല രോഗത്തെ വേറിട്ട് നിർത്തുന്നത്. സാധാരണ വയറിളക്കത്തേക്കാൾ മാരകമാണ് ഷിഗല്ല. രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് 2018 ഷിഗല്ല രോഗബാധ ആദ്യം സ്ഥിരീകരിച്ചത്. ഷിഗല്ല ബാക്ടീരിയ പുറത്തുവിടുന്ന ഷിഗല്ല ടോക്സിന് മനുഷ്യ ശരീരത്തിലെ കുടലിന് പുറത്തുള്ള മ്യൂക്കസ് ലൈനിങ്ങിന് പരിക്കേൽപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത് പുറത്തേക്ക് വിടുമ്പോൾ കുടലിന് മുറിവേറ്റ് ഉള്ളിലുള്ള രക്തം കൂടി പുറത്തുവരുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഷിഗല്ല അണുബാധ വരാനുള്ള സാധ്യത കൂടുതൽ. എന്നാൽ ഏത് പ്രായക്കാർക്കും ഇത് സംഭവിക്കാം. ഒരു മിതമായ അവസ്ഥയാണെങ്കിൽ സാധാരണയായി ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വയം മാറും. എന്നാൽ രോഗം കഠിനമാകുന്നത് കൂടുതൽ ഗുരുതരാവസ്ഥകളിലേക്ക് നയിക്കുന്നു. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിലെത്തിയ 1-2 ദിവസത്തിനുള്ളിലാണ് സാധാരണയായി ഷിഗല്ല അണുബാധയുടെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ഇത് വികസിക്കാൻ ഒരാഴ്ച വരെ എടുത്തേക്കാം. അടയാളങ്ങളിലും ലക്ഷണങ്ങളിലും ഇവ ഉൾപ്പെടാം. വയറിളക്കം, വയറുവേദന അല്ലെങ്കിൽ മലബന്ധം, പനി, ഓക്കാനം അല്ലെങ്കിൽ ഛർദി ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ സാധാരണയായി 5 മുതൽ 7 ദിവസം വരെ നീണ്ടുനിൽക്കും. ചില സന്ദർഭങ്ങളിൽ ലക്ഷണങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കും. ചില ആളുകൾക്ക് ഷിഗല്ല ബാധിച്ചതിനു ശേഷം രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണില്ല. എന്നിരുന്നാലും അവരുടെ മലം ഏതാനും ആഴ്ചകൾ വരെ പകർച്ചവ്യാധിയായി തുടരും. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കോ രക്തം കലർന്ന മലത്തോടെ വയറിളക്കമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ശരീരഭാരം കുറയ്ക്കാനും നിർജ്ജലീകരണം സംഭവിക്കാനും ഇത് കാരണമാകും. വയറിളക്കവും അല്ലെങ്കിൽ ഉയർന്ന പനിയും ഉണ്ടെങ്കിലും ചികിത്സ തേടേണ്ടതാണ്. ഡോക്ടർമാർ സാധാരണയായി ആന്റിബയോട്ടിക്കുകളാണ് ചികിത്സയ്ക്കായി നിർദ്ദേശിക്കാറ്. രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ചികിത്സ തേടിയാൽ ഷിഗല്ല അപകടമാകുന്നത് തടയാനാകും. കൃത്യസമയത്ത് ഫലപ്രദമായ ചികിത്സ തേടിയില്ലെങ്കിൽ രോഗം തലച്ചോറിനെയും വൃക്കയെയും ബാധിച്ച് മരണത്തിന് തന്നെ ഇടയാക്കും. ഷിഗല്ല ബാക്ടീരിയ പലതരത്തിൽ ശരീരത്തിൽ പ്രവേശിക്കാം. രോഗം പടരുന്നതിനുള്ള ഏറ്റവും സാധാരണമായ മാർഗമാണ് നേരിട്ടുള്ള വ്യക്തിയുമായുള്ള സമ്പർക്കം. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.